പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. We are discussing the first chapter of plus 2 computerized accounting. The name of our chapter is Overview of Computerized Accounting System. This is our fourth class. ഇത് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ നാലാമത്തെ ക്ലാസ് ആണ്. And today we are discussing different security features of computerized accounting system or computer accounting softwares. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ പഠിക്കുന്നത്. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ? Accounting software ensures data safety and data integrity by providing the features like password security, data audit and data vault. ശ്രദ്ധിക്കുക, നമ്മൾ പഠിക്കുന്നത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ്. ഒരു കമ്പനിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ് ഇംപ്ലിമെൻ്റ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അദ്ദേഹം എൻജോയ് ചെയ്യുന്ന 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ്. അതായത് അതിൻ്റെ സെക്യൂരിറ്റിയും സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെങ്കിൽ 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ് നമുക്ക് ബെനഫിറ്റ്, അങ്ങനെ ഒരു ബെനഫിറ്റ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യത്തേത് പാസ്വേഡ് സെക്യൂരിറ്റിയാണ്, രണ്ടാമത്തേത് ഡാറ്റ ഓഡിറ്റ് സൗകര്യമാണ്, മൂന്നാമത്തേത് ഡാറ്റ വോൾട്ട് എന്ന് പറയുന്ന ഒരു സൗകര്യമാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ സിലബസിനകത്തുള്ള 3 പോയിന്റുകൾ, മെയിൻലി 3 ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആർ അവൈലബിൾ ഫോർ എ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. ദേ ആർ പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ് ആൻഡ് ഡാറ്റ വോൾട്ട്. ക്ലിയർ? ദ ഫസ്റ്റ് വൺ ഈസ് പാസ്വേഡ് സെക്യൂരിറ്റി. ഞാൻ നിങ്ങളോട് പറഞ്ഞു പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്കിത് പ്രതീക്ഷിക്കാം. ഈ ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് കുറേ തവണ. ദ ഫസ്റ്റ് security feature of computerized accounting software or computerized accounting system is password security. Password security. നമുക്കറിയാം, നമ്മളിപ്പം ഇതിപ്പോൾ എൻ്റെ ഒരു മൊബൈലാണ്, എൻ്റെ മൊബൈലാണ്. ഈ മൊബൈൽ ഫോണിനകത്തേക്ക് എനിക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്യണമെങ്കിൽ എന്താണ്, ഞാൻ ഇതിനകത്തൊരു പാറ്റേൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പാറ്റേൺ ഓൺ ചെയ്താൽ മാത്രമേ എനിക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ അൺഓതറൈസ്ഡ് പേഴ്സൺസിന് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അല്ല എങ്കിൽ എൻ്റെ ബാക്കിനകത്ത് എൻ്റെ ഫിംഗർ പ്രിൻ്റ് ഡിറ്റക്ടർ ഉണ്ട്, അത് എൻ്റെ ഫിംഗർ പ്രിൻ്റോ അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി പാറ്റേണോ എൻ്റർ ചെയ്യണം. ഇത് ഈ ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ ഫീച്ചറാണ്, ഇല്ലേ? ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ, നമ്മൾ നമ്മുടെ കമ്പനിക്കകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിനെ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. പാസ്വേഡ് ഉപയോഗിച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പാസ്വേഡ് ഈസ് ദ കീ ടു അലോ ദ ആക്സസ് ടു ദ സിസ്റ്റം. പാസ്വേഡ് ഈസ് ദ കീ ടു അലോ ദ ആക്സസ് ടു ദ സിസ്റ്റം. പാസ്വേഡ് എന്ന് പറയുന്നത് സിസ്റ്റത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള കീ ആണ്. ഓക്കെ. Computerized accounting system protect the unauthorized persons from accessing to the business data. Computerized accounting system protect unauthorized persons from accessing to the business data. If a businessman is using computerized accounting softwares, definitely unauthorized persons will not get any access to the business data. നമുക്ക് അംഗീകാരമില്ലാത്ത പുറമേയുള്ള ഒരാൾക്കും നമ്മുടെ ബിസിനസ് ഡാറ്റയിലേക്കുള്ള പ്രവേശനം സാധ്യമല്ല പാസ്വേഡ് ഉണ്ടെങ്കിൽ. ഓൺലി ഓതറൈസ്ഡ് പേഴ്സൺസ് who is supplied with the password can enter to the system. Only authorized person who is supplied with the password can enter to the system. അതായത് പാസ്വേഡ് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പാസ്വേഡ് അറിയുന്ന ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമേ ഇതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റൂ. ക്ലിയർ? അതാണ് ഒന്നാമത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പോയിന്റ്, പാസ്വേഡ് സെക്യൂരിറ്റി. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ ജിനു ഖാത്ത ഒന്ന് എടുത്ത് നോക്കാം. ജിനു ഖാത്ത, ഇതാണ് ജിനു ഖാത്തയുടെ ഹോം സ്ക്രീനായിട്ട് വരുന്നത്. ഇവിടെ നോക്കാം, സെലക്ട് എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ, ക്രിയേറ്റ് ഓർഗനൈസേഷൻ, 2 ടാബാണ് ഹോമിനകത്ത് കാണുക. അപ്പോൾ സെലക്ട് എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ, ഒരു നിലവിലുള്ള കമ്പനി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെലക്ട് എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ എടുത്തു. അതിൽ ഞാൻ സെലക്ട് ഓർഗനൈസേഷൻ, ഇവിടെ സാൻ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി ഫൈനാൻഷ്യൽ ഇയർ 1/1/2019 മുതൽ 31/12/2019 വരെ നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മൾ കൊടുത്താൽ മാത്രമേ, അപ്പോൾ ഇതിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ഡാറ്റ കിട്ടും.
ഇതിലേക്ക് ലോഗിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ബിസിനസ് ഡാറ്റ കിട്ടും. അപ്പോൾ ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, അവരുടെ കയ്യിൽ ഇതിപ്പം തെറ്റായ യൂസർ ഐ ഡിയും പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ എന്താണ്, യൂസർ നെയിം ഓർ പാസ്വേഡ് ഇൻകറക്റ്റ് എന്നുള്ള മെസ്സേജ് വരും. യൂസർ നെയിം ഓർ പാസ്വേഡ് ഇൻകറക്റ്റ് എന്നുള്ള മെസ്സേജ് വരുന്നു. യൂസർ നെയിം ഓർ പാസ്വേഡ് ഇൻകറക്റ്റ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഫീച്ചർ. അപ്പോൾ ശരിയായ പാസ്വേഡും ശരിയായ യൂസർ ഐ ഡിയും എൻ്റർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, ഒരാൾക്ക് ഈ സോഫ്റ്റ്വെയർ ഇപ്പോൾ ലോഗിൻ ചെയ്തു, ഇപ്പോൾ ജിനുക്കാത്ത എന്ന സോഫ്റ്റ്വെയറിനകത്തേക്ക് ലോഗിൻ ചെയ്തു. അപ്പോൾ ലോഗിൻ ചെയ്ത് ഇപ്പോൾ റിപ്പോർട്ടൊക്കെ കാണണമെങ്കിൽ എന്താണ്, ഇവിടെ ഈ ഒരു ജിനുക്കാത്തയിൽ പോലും എന്താണ് എന്ത് സൗകര്യം ലഭ്യമാണ്, പാസ്വേഡ് സൗകര്യം ലഭ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ എന്താണ്, പാസ്വേഡ് സെക്യൂരിറ്റി. പാസ്വേഡ് ഈസ് ദ കീ ടു അലോ ദ ആക്സസ് ടു ദ സിസ്റ്റം. Computerized accounting system protect the unauthorized persons from accessing to the business data. Only authorized persons who is supplied with the password can enter to the system. Next one is data vault. രണ്ടാമത്തെ സെക്യൂരിറ്റി ഫീച്ചർ ഇതാണ്, ഡാറ്റ വോൾട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. സോഫ്റ്റ്വെയർ പ്രൊവൈഡ്സ് അഡീഷണൽ സെക്യൂരിറ്റി ത്രൂ ഡാറ്റ എൻക്രിപ്ഷൻ. സോഫ്റ്റ്വെയർ പ്രൊവൈഡ്സ് additional security through data encryption. Encryption means scrambling the data so as to make its interpretation impossible. അതായത് രണ്ടാമത്തെ സെക്യൂരിറ്റി ഫീച്ചറിൻ്റെ പേര് ഇതാണ്, ഡാറ്റ വോൾട്ട്. ശരിക്കും ഇത് പാസ്വേഡ് സെക്യൂരിറ്റിയുടെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് ഫോമാണ് ഈ ഡാറ്റ വോൾട്ട് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, നമ്മുടെ ഡാറ്റ, നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റയെ മറ്റുള്ള ആൾക്കാർക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അൺറീഡബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. മറ്റുള്ള ആൾക്കാർക്ക് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ദ ടേം എൻക്രിപ്ഷൻ. നിങ്ങൾ +1 ബിസിനസ് സ്റ്റഡീസിൽ നമ്മുടെ റീസെൻ്റ് ട്രെൻഡ്സ് ഇൻ ബിസിനസ്സിനകത്ത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ്ങിൽ നിങ്ങൾ പഠിച്ചതാണ് ഈ സേഫ്റ്റി ഇഷ്യൂസ്, ഹാക്കിംഗ് ക്രാക്കിംഗ് എന്നൊക്കെ പഠിച്ച സമയത്ത് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് എൻക്രിപ്ഷൻ എന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ. എൻക്രിപ്ഷൻ മീൻസ് കൺവേർട്ടിംഗ് ഡാറ്റ ഇൻ ടു എൻ അൺറീഡബിൾ ഫോർമാറ്റ് നോൺ ആസ് സൈഫർ ടെക്സ്റ്റ്. നമ്മുടെ ഡാറ്റയെ മറ്റുള്ള ആൾക്കാർക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിലേക്ക്, പറ്റാത്തൊരു ഫോമിലേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എൻക്രിപ്ഷൻ എന്ന്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മൾ നേരത്തെ ജിനു ഖാത്ത ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഞാനിതിന്ന് സൈൻ ഔട്ട് ചെയ്തു, ലോഗൗട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ സാൻ എന്ന് പറയുന്ന കമ്പനി തന്നെയാണ്, എ ആണ് യൂസർ നെയിം. ഇവിടെ പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതാർക്കെങ്കിലും വായിക്കാൻ പറ്റുന്നുണ്ടോ? പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് വായിക്കാൻ പറ്റുന്നില്ല. ഈ പാസ്വേഡിന് എന്ത് ചെയ്യുന്നു, ജിനുക്കാത്ത എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഒരു അൺറീഡബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇതൊരിക്കലും ഒരാൾക്കും വായിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡാറ്റ, നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റ്, ഇതിനൊക്കെ അൺറീഡബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡാറ്റ വോൾട്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഡാറ്റ എൻക്രിപ്ഷൻ എന്നതാണ്. ഇനി ഇതിനെ നമുക്ക് ഡിക്രിപ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞ രണ്ടാമത്തെ സെക്യൂരിറ്റി ഫീച്ചറിൻ്റെ പേര് ഡാറ്റ വോൾട്ട് എന്നതാണ്. ഡാറ്റ വോൾട്ട് മീൻസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ് പ്രൊവൈഡ് an additional security to the users by way of data encryption. Data encryption means scrambling or converting the data into an unreadable format known as cipher text. അപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് വായിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമുക്ക് ഡാറ്റയെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നതാണ് രണ്ടാമത്തെ സെക്യൂരിറ്റി ഫീച്ചർ. എന്താണ് അതിൻ്റെ പേര്? ഡാറ്റ വോൾട്ട് എന്നതാണ്. മൂന്നാമത്തത് ഡാറ്റ ഓഡിറ്റ് ആണ്. ഡാറ്റ ഓഡിറ്റ് ആണ് മൂന്നാമത്തെ സെക്യൂരിറ്റി ഫീച്ചർ. ഈ ഡാറ്റ ഓഡിറ്റ് ഞാനിങ്ങനെ ഫസ്റ്റ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കുറേ സമയം എടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ചിത്രം നോക്കാം. അടുത്ത പേജിലുള്ള ഒരു ചിത്രം നോക്കാം മക്കളെ. ഈ കാണുന്നത് ഒരു കമ്പനിയിലെ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ട്രക്ചറാണ്. മുകളിലുള്ളത് അക്കൗണ്ട്സ് മാനേജറാണ്. നല്ല താടിയൊക്കെ വെച്ചിട്ട് ഗ്ലാമർ ആയിട്ടുള്ള ഒരാളെ കാണാം. അക്കൗണ്ട്സ് മാനേജറാണ്. ഈ അക്കൗണ്ട്സ് മാനേജറുടെ അണ്ടറിൽ 3 അക്കൗണ്ടന്റുമാർ വർക്ക് ചെയ്യുന്നു. അക്കൗണ്ടന്റ് 1, അക്കൗണ്ടന്റ് 2, അക്കൗണ്ടന്റ് 3. ക്ലിയർ? ഈ 3 ആൾക്കാരുടെയും കമ്പ്യൂട്ടർ അക്കൗണ്ട്സ് മാനേജറുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. ക്ലിയർ? അപ്പോൾ ഇതിൽ ഒരു അക്കൗണ്ടന്റ് ഒരു തെറ്റ് വരുത്തി.
അതായത് ബിസിനസ്സിനകത്ത് ഒരു ട്രാൻസാക്ഷൻ നടന്നു, ക്യാഷ് സെയിൽസ് 10,000, 10,000 അല്ലെങ്കിൽ 1 lakh rupees, 1,00,000 രൂപയുടെ സെയിൽസ് നടന്നു. ഇതിൽ എന്ത് ചെയ്തു? ഒരു അക്കൗണ്ടന്റ്, സപ്പോസ് ദിസ് അക്കൗണ്ടന്റ് 3, അയാൾക്ക് ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുന്നുണ്ട്. മൂന്നാമത്തെ അക്കൗണ്ടന്റ് എന്ത് ചെയ്തു? ഈ ഒരു ഡീറ്റെയിൽസ് 10,000, 1,00,000 പകരം 10,000 എന്ന് എൻ്റർ ചെയ്തു. ക്യാഷ് അക്കൗണ്ട് അറ്റു സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റെഡ് ഓഫ് 1 lakh ഹി എൻറ്റേർഡ് ഓൺലി 10,000 rupees. അപ്പോൾ മാസത്തിൻ്റെ അവസാനം ഇയാൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മിസ്മാച്ച് ഒക്കെ കണ്ടു, ചെറിയ മിസ്റ്റേക്ക് കണ്ടു. അപ്പോൾ ചോദിച്ചു, ഇതാരാണ് ഈ തെറ്റ് വരുത്തിയതെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നാമത്തെ ആൾ പറഞ്ഞു ഞാനല്ല, രണ്ടാമത്തെ ആൾ പറഞ്ഞു ഞാനുമല്ല, മൂന്നാമത്തെ ആൾ പറഞ്ഞു ഞാനുമല്ല. മൂന്നാളും പറയുന്നു നമ്മളല്ല ചെയ്തത്. അപ്പോൾ അക്കൗണ്ട്സ് മാനേജർക്ക് എന്ത് ചെയ്യാം? ഇത് സെർവർ കമ്പ്യൂട്ടർ ആണെന്ന് വിചാരിക്കാം. ഇത് അക്കൗണ്ട്സ് മാനേജറുടെ കയ്യിലുള്ള സെർവറാണ്. അപ്പോൾ ഈ 3 കമ്പ്യൂട്ടറും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഏത് ദിവസമാണോ ഈ ഡാറ്റ എൻ്റർ ചെയ്തത് അത് അക്കൗണ്ട്സ് മാനേജർക്ക് ഇവിടെ നിന്ന് പരിശോധിച്ചിട്ട് ഏതാളാണ് ആ തെറ്റ് വരുത്തിയതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതാണ് ഡാറ്റ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു പഴയൊരു മലയാളം സിനിമയുണ്ട്, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. അതിനകത്ത് നമ്മുടെ മോഹൻലാൽ ഒരു ലെറ്റർ എഴുതിയിട്ട് ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് കൊണ്ടുവന്ന സമയത്ത് അത് പാറി നമ്മുടെ ജഗതിയുടെ വീട്ടിനകത്തേക്ക് പോകുന്നു. അപ്പോൾ അത് ഒരു ലവ് ലെറ്റർ ആയിരുന്നു. അത് കിട്ടിയിട്ട് മുകളിൽ വെച്ചിട്ട്, ആ വീട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് നെടുമുടി വേണുവൊക്കെ ഈ ഹാൻഡ് റൈറ്റിംഗ് ചെക്കിംഗ് പ്രോസസ്സ് നടത്തുന്നുണ്ട്. ആരാണ് ഇത് എഴുതിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹാൻഡ് റൈറ്റിംഗ് ചെക്കിംഗ് പ്രോസസ്സ് നടത്തുന്നുണ്ട് ഇല്ലേ? അതാണ് ശരി. അത് ശരിക്കും ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇതുമായിട്ട് സ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ ഓഡിറ്റ് ഇവിടെ എന്താണ്? ഹാൻഡ് റൈറ്റിംഗ് അല്ല ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് ഇല്ല, ഇവിടെ എല്ലാം ടൈപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണോ ഒരു തെറ്റായ ഡാറ്റ എൻ്റർ ചെയ്തത് എന്ന് അക്കൗണ്ട്സ് മാനേജർക്കോ അല്ലെങ്കിൽ മെയിൻ അക്കൗണ്ടന്റോ കൃത്യമായിട്ട് ട്രേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ്. ഇനിയിപ്പോൾ ഇത് മാനുവൽ അക്കൗണ്ടിങ് ആണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് ചെയ്യണം. അതിൽ 2 ആൾക്കാരുടെ ഹാൻഡ് റൈറ്റിംഗ് ഒരേപോലെയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഡാറ്റ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മീനിങ് പഠിക്കാം. ഇറ്റ് എനേബിൾസ് വൺ ടു നോ ആസ് ടു ഹൂ ആൻഡ് വാട്ട് ചേഞ്ചസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ദ ഒറിജിനൽ ഡാറ്റ, thereby helping and fixing the responsibility of the person who has manipulated the data and ensures data integrity. It enables one person to know as to who and what changes have been made in the original data. എന്ത് മാറ്റങ്ങളാണ് അല്ലെങ്കിൽ ആരാണ് ഡാറ്റയിൽ ചേഞ്ചസ് വരുത്തിയത് എന്ന് ഒരാൾക്ക് അല്ലെങ്കിൽ മാനേജർക്ക് മനസ്സിലാക്കാം. thereby helping and fixing the responsibility. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആൾക്കാരെ സഹായിക്കുകയും ചെയ്യാം. റെസ്പോൺസിബിലിറ്റി, അതായത് ആര് ചെയ്തു എന്ന ഉത്തരവാദിത്വം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനും പറ്റും. ഹു ഹാസ് മാനിപ്പുലേറ്റ്, ആരാണ് ഡാറ്റ എൻ്റർ ചെയ്തത്, ആരാണ് തെറ്റ് വരുത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ാണ് ഡാറ്റ ഓഡിറ്റ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ മീനിങ് ഒന്ന് ബൈഹാർട്ട് ചെയ്യുക. ക്ലിയർ? മൂന്നാമത്തെ സെക്യൂരിറ്റി ഫീച്ചർ ഡാറ്റ ഓഡിറ്റ്. നെക്സ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ വോൾട്ട്, ഡാറ്റ ഓഡിറ്റ്. ഓർമ്മയില്ലേ? നമ്മളിപ്പോൾ പഠിച്ചത് 3 സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണ്. പ്രധാനപ്പെട്ട കാര്യമാണ് പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ വോൾട്ട്, ഡാറ്റ ഓഡിറ്റ്. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഇതിൻ്റെ ബെനഫിറ്റുകളാണ്, അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഓർ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജുകൾ, ബെനഫിറ്റുകൾ, മെറിറ്റുകളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. 5 പോയിന്റുകൾ പഠിക്കാനേ ഉള്ളൂ. ക്ലിയർ? ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ടൈംലി ജനറേഷൻ ഓഫ് റിപ്പോർട്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ഇൻ ഡിസൈർഡ് ഫോർമാറ്റ്. ടൈംലി ജനറേഷൻ ഓഫ് റിപ്പോർട്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ഇൻ ഡിസൈർഡ് ഫോർമാറ്റ്. നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള റിപ്പോർട്ടുകളും നമുക്ക് ആവശ്യമുള്ള രീതിയിലും നമുക്കത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് എപ്പോഴാണോ നമുക്ക് റിപ്പോർട്ട് ആവശ്യമുള്ളത് ആ സമയത്ത് 3-4 മൗസ് ക്ലിക്ക് കൊണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 3 or 4 മൗസ് ക്ലിക്ക് വി ക്യാൻ പ്രിപ്പയർ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ്. അതൊരു ബെനിഫിറ്റാണ് നമുക്ക്. ഇറ്റ് ഈസ് വെരി ഈസി ടു പ്രിപ്പയർ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ്. നിങ്ങൾ ജനുക്കാത്ത പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ? നെക്സ്റ്റ് രണ്ടാമത്തത് alterations and additions in transactions are easy and gives changed result instantly. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താ? alterations and addition in transactions are easy and gives changed result instantly. രണ്ടാമത്തെ ഫീച്ചർ അഡ്വാൻറ്റേജ് മനസ്സിലാക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക. നമ്മുടെ മാനുവൽ അക്കൗണ്ടിങ് കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ടൻസി ഒന്ന് എടുക്കുക.
നിങ്ങൾക്ക് ഒരു 25 ട്രാൻസാക്ഷൻസ് തന്നിട്ട് നിങ്ങളോട് എന്ത് പറഞ്ഞു? പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ്, ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ 50 ട്രാൻസാക്ഷൻസ് ഒക്കെ നിങ്ങൾ ജേണൽ എൻ്റർ ചെയ്ത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത് ഒക്കെ ചെയ്ത സമയത്ത് ബാലൻസ് ഷീറ്റ് ടാലി ആവുന്നില്ല. അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് 2-3 ജേണൽ എൻട്രി ഒക്കെ മാറിയിട്ടുണ്ട്, ഒരു എമൗണ്ട് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ എടുത്തിട്ടാണ് നിങ്ങൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്. എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ പേപ്പർ എടുത്ത്, പുതിയ പുസ്തകം എടുത്ത്, പുതിയ പേജ് എടുത്തിട്ട് അതിനകത്തേക്ക് വീണ്ടും ഡാറ്റ എൻ്റർ ചെയ്ത് അല്ലെങ്കിൽ ജേണൽ എൻ്റർ ചെയ്തിട്ട് ഒരു 4-5 തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് വീണ്ടും 2 മണിക്കൂർ ആവശ്യമാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? തെറ്റ് ഏതാണ്? ഇപ്പം നമ്മൾ ഇവിടെ യൂസർ ചെയ്യുന്നത് ജസ്റ്റ് ജേണൽ എൻട്രി മാത്രമാണ്. ലെഡ്ജർ പ്രിപ്പറേഷനും ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പറേഷനൊക്കെ കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ നമ്മൾ ജസ്റ്റ് ആ ജേണൽ ഒന്ന് എഡിറ്റ് ചെയ്താൽ മാത്രം മതി. എൻട്രി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി എഡിറ്റഡ് ആവും, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു തെറ്റ് പറ്റിയിട്ട് നമ്മൾ ആ ജേണൽ എൻട്രി ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ തന്നെ പുതിയ ട്രേഡിംഗ് അക്കൗണ്ടും പുതിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പുതിയ ബാലൻസ് ഷീറ്റാണ്. അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. ഓൾട്ടറേഷൻസ് ആൻഡ് അഡീഷൻ ഇൻ ട്രാൻസാക്ഷൻസ് ആർ ഈസി ആൻഡ് ഗീവ്സ് ചേഞ്ച്ഡ് റിസൾട്ട് ഇൻസ്റ്റൻ്റ്ലി. മൂന്നാമത്തെ പോയിന്റ് നോക്കുക. എൻഷുവേഴ്സ് ഇഫക്റ്റീവ് കൺട്രോൾ ഓവർ ദ സിസ്റ്റം. എൻഷുവേഴ്സ് ഇഫക്റ്റീവ് കൺട്രോൾ ഓവർ ദ സിസ്റ്റം. അതായത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിന്, അക്കൗണ്ട്സ് മാനേജർക്ക് വളരെ ഇഫക്റ്റീവായിട്ട് അക്കൗണ്ടിങ് എന്ന വർക്ക് കൺട്രോൾ ചെയ്യാം. Ensures an accounts manager can control the accounting work effectively. അതാണ് മൂന്നാമത്തെ പോയിന്റ്. Ensures effective control over the system. Ensures effective control over the system. Next one, number 4. Economy in the processing of accounting data. Economy in the processing of accounting data. Economy in the processing of accounting data എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ അക്കൗണ്ടിംഗ് ആണ് ഒരു കമ്പനിയിൽ ഉള്ളതെങ്കിൽ അവിടെ അക്കൗണ്ടൻറ്റും നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടുതൽ വേണം. കാരണം ജോലി അധികമായിരിക്കും. മാനുവൽ അക്കൗണ്ടിങ്ങിനകത്ത് ജോലി അധികമായിരിക്കും. കൂടാതെ ഒരുപാട് പുസ്തകങ്ങൾ, പെന്ന്, ലെഡ്ജർ ബുക്ക് ഇതൊക്കെ നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ ഇവിടെ ചെലവ് കുറവാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനകത്ത്, മാനുവൽ അക്കൗണ്ടിങ്ങിനകത്ത് 3 അക്കൗണ്ടന്റുമാർ വേണ്ടുന്ന സ്ഥലത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ ഒരു അക്കൗണ്ടന്റ് മതി, അയാൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാം. അതാണ് ഇക്കോണമി ഇൻ ദ പ്രോസസ്സിംഗ് ഓഫ് അക്കൗണ്ടിങ് ഡാറ്റ. ചിലവ് കുറവാണ്. ലെസ് കോസ്റ്റ് വൈൽ ലെസ് എക്സ്പെൻസീവ്. ലെസ് കോസ്റ്റ് എന്ന് പറഞ്ഞുകൂടാ, ലെസ് എക്സ്പെൻസീവ് വൈൽ കമ്പാരിങ് വിത്ത് മാനുവൽ അക്കൗണ്ടിങ്. നെക്സ്റ്റ് അഞ്ചാമത്തെ, കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഡാറ്റ ഈസ് മെയിൻറ്റെയിൻഡ്. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഡാറ്റ ഈസ് മെയിൻറ്റെയിൻഡ്. കോൺഫിഡൻഷ്യാലിറ്റി, നമുക്ക് കോൺഫിഡൻഷ്യലായിട്ട്, സ്വകാര്യമായിട്ട് ഇതിൻ്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ പറഞ്ഞാൽ എന്താ? മാനുവൽ അക്കൗണ്ടിങ് ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും പുസ്തകം തുറന്നു നോക്കിയിട്ട് നമ്മുടെ ഡാറ്റ കട്ടുകൊണ്ടുപോകാം. ആർക്ക് വേണമെങ്കിലും ഡാറ്റയ്ക്ക് ആക്സസ് കിട്ടും. നമ്മുടെ ഷെൽഫ് ലോക്ക് ചെയ്ത് വെക്കുന്നല്ലാതെ അറിയാതെ എപ്പോഴെങ്കിലും ഷെൽഫ് ഓപ്പൺ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. അതിൻ്റെ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാം. പക്ഷേ ഇവിടെ എന്താ? സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, പാസ്വേഡ്, ഡാറ്റ വോൾട്ട് ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ് ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അതാണ് അഞ്ചാമത്തെ പോയിന്റ്. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഡാറ്റ ഈസ് മെയിൻറ്റെയിൻഡ്. അപ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ്? Timely generation of reports and information in desired format. Alterations and addition of transactions are very easy and gives the changed result instantly. Ensures effective control over the system. Economy in the processing of business data. Confidentiality of data is maintained. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യം security features of computerized accounting and also ഇപ്പം എന്താ പഠിച്ചേ? അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സും സ്ലൈഡും ആവശ്യമുള്ള കുട്ടികൾക്ക് സ്ക്രീനിൽ കാണുന്ന ബ്ലോഗ് hsstimes.blogspot.com വിസിറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.